ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്നു തുടക്കം. ഇടക്കാല കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കും. ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ചാ നിരക്ക് 6.7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് അവസാനിക്കും. ഇന്ത്യയും ഭൂട്ടാനുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണ. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ സൂപ്പർ 6 റൌണ്ടിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 214 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും സംയുക്തമായി അഭിസംബോധന ചെയ്യുന്നതോടെയാണ് സമ്മേളന നടപടിക്ക് തുടക്കമാവുക. ഇടക്കാല കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ 6ാമത്തെ ബജറ്റാണ് നാളെ അവതരിപ്പിക്കുന്നത്. ആദ്യ 2 ദിവസങ്ങൾക്ക് ശേഷം രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിന്റെ മറുപടി ഇരുസഭകളിലും ചർച്ച ചെയ്യും. തുടർന്ന് ഇടക്കാല ബജറ്റ് ചർച്ചകൾ ഓൺ അക്കൌണ്ടായി ആരംഭിക്കും. അടുത്ത മാസം 9-ാം തീയതി വരെയാണ് സഭ സമ്മേളിക്കുക. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്നലെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സുഗമമായ പ്രവർത്തനം ലക്ഷ്യമിട്ടുള്ള യോഗത്തിൽ രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും കോൺഗ്രസ്, തൃണമൂൽ, DMK, JDU, CPIM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളിലെ നേതാക്കളും പങ്കെടുത്തു. എല്ലാ വിഷയങ്ങളിലും കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് യോഗത്തിനു ശേഷം പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇരുസഭകളിലും നടപടിക്രമങ്ങൾ സുഗമമായി നടത്തുന്നതിന് സർക്കാരുമായി സഹകരിക്കണമെന്നും സഭയിൽ പ്ലക്കാർഡുകൾ കൊണ്ടുവരരുതെന്നും അദ്ദേഹം പ്രതിപക്ഷ പാർട്ടികളോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ തുടർച്ചയായ 3-ാം വർഷവും 7% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സാമ്പത്തികകാര്യ വകുപ്പ് റിപ്പോർട്ട്. ആഗോള സമ്പദ്വ്യവസ്ഥ 3% മാത്രം വളർച്ച കൈവരിച്ച സ്ഥാനത്താണ് ഇന്ത്യയുടെ കുതിച്ചുചാട്ടം. രാജ്യത്തെ പൊതുമേഖലാ മൂലധന നിക്ഷേപം കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉയർന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. 2014 മുതൽ നടപ്പാക്കിയ ഘടനാപരമായ പരിഷ്കാരങ്ങൾ സമ്പദ്വ്യവസ്ഥയുടെ ചെറുഘടകങ്ങളെപ്പോലും ശക്തിപ്പെടുത്തി. അമേരിക്കയ്ക്കും UK-ക്കും ശേഷം ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക സാങ്കേതിക സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മാറിയതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ലോകത്തിലെ 4ാമത്തെ വലിയ ഓഹരി വിപണിയായും രാജ്യം മാറിയിട്ടുണ്ട്. നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ചാ നിരക്ക് 6.7% അന്താരാഷ്ട്ര നാണയനിധി ഉയർത്തി. നേരത്തെ ഇത് 6.3%. ശക്തമായ പൊതുനിക്ഷേപവും വ്യക്തമായ തൊഴിൽ വിപണിയുമാണ് ഈ വളർച്ചാ നിരക്ക് കാണിക്കുന്നതെന്ന് IMF വ്യക്തമാക്കി. ലോകത്തിലെ പ്രധാന സമ്പദ്വ്യവസ്ഥകളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്ന് IMF പറഞ്ഞു. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് അവസാനിക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഖണ്ഡിക മാത്രം വായിച്ച് 2 മിനിറ്റിനുള്ളിൽ പ്രസംഗം അവസാനിപ്പിച്ച ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഭരണപക്ഷ അംഗങ്ങൾ ചർച്ചയിൽ ഉന്നയിച്ചത്. അതേസമയം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ഇന്നലെ സഭ നിർത്തിവച്ച് ചർച്ച ചെയ്തു. സംസ്ഥാനം ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം നേടിയെടുക്കാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിൽക്കണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അഭ്യർത്ഥിച്ചു. ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ബഹുമുഖ സഹകരണം ചർച്ച ചെയ്യുന്നതിനായി വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്ര ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ഡോഗ്ബയുമായി കൂടിക്കാഴ്ച നടത്തി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനാണ് വിദേശകാര്യ സെക്രട്ടറി ഭൂട്ടാനിലെത്തിയത്. ബഹിരാകാശം, ഊർജ്ജം, വ്യാപാരം, സാങ്കേതികവിദ്യ, സാമ്പത്തികം എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണം സംബന്ധിച്ച് വിപുലമായ ചർച്ചയും നടന്നു. ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും നിലവിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യ സെക്രട്ടറിക്കും സംഘത്തിനും ഭൂട്ടാൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ അത്താഴവിരുന്നും ഒരുക്കി. തീർത്ഥാടകരുടെ വരവ് സുഗമമാക്കുന്നതിനായി ഉത്തർപ്രദേശിലെ അയോധ്യയിലേക്ക് 8 പുതിയ വിമാന സർവീസുകൾ നാളെ ആരംഭിക്കും. പുതിയ ഫ്ലൈറ്റ് റൂട്ടുകൾ അയോധ്യയെ ഡൽഹി, ചെന്നൈ, അഹമ്മദാബാദ്, ജയ്പൂർ, പട്ന, ദർഭംഗ, മുംബൈ, ബംഗളൂരു എന്നിവയുമായി ബന്ധിപ്പിക്കും. ഇതോടെ അയോധ്യയിലേക്കുള്ള വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. വിമാന സർവീസുകൾ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഉദ്ഘാടനം ചെയ്യും. സ്പൈസ് ജെറ്റാണ് ഈ റൂട്ടുകളിൽ സർവീസ് നടത്തുന്നത്.
ഭാരത് രംഗ് മഹോത്സവ് 2024 മഹാരാഷ്ട്ര ഗവർണർ രമേശ് ബൈസ് മുംബൈയിൽ നാളെ ഉദ്ഘാടനം ചെയ്യും. മുംബൈയിലെ നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക. നാളെ മുതൽ 21 വരെ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 21 ദിവസത്തെ നാടകോത്സവത്തിൽ 150-ലധികം കലാപ്രകടനങ്ങളും നിരവധി ശില്പശാലകളും ചർച്ചകളും ക്ലാസുകളും അവതരിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ 6ാം പതിപ്പ് ഇന്ന് വൈകിട്ട് സമാപിക്കും. ചെന്നൈയിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പങ്കെടുക്കും. ഈ മാസം 19-നാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 5600 കായിക താരങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ചെന്നൈക്ക് പുറമെ കോയമ്പത്തൂർ, മധുര, തിരുച്ചി എന്നിവിടങ്ങളിലാണ് കായിക മത്സരങ്ങൾ നടന്നത്. 53 സ്വർണവും 46 വെള്ളിയും 51 വെങ്കലവും അടക്കം 150 മെഡലുകളുമായി മഹാരാഷ്ട്ര മെഡൽ പട്ടികയിൽ ഒന്നാമതും, 35 സ്വർണവും 22 വെള്ളിയും 46 വെങ്കലവും അടക്കം 103 മെഡലുകളോടെ ഹരിയാന 2ാം സ്ഥാനത്തുമെത്തി. 35 സ്വർണവും 20 വെള്ളിയും 36 വെങ്കലവും അടക്കം 91 മെഡലുകളുമായി തമിഴ്നാട് 3ാം സ്ഥാനം നേടി. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു, 14 പേർക്ക് പരിക്കേറ്റു. സുക്മ ബീജാപൂർ അതിർത്തിയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. അതിർത്തി പ്രദേശത്ത് പട്രോളിംഗ് നടത്തുന്നതിനിടെ സുരക്ഷാ സേനയുടെ സംഘത്തിന് നേരെ മാവോയിസ്റ്റുകൾ പതിയിരുന്ന് ആക്രമണം നടത്തുകയായിരുന്നു. 2021-ലും ഇതേ പ്രദേശത്ത് മാവോയിസ്റ്റ് ആക്രമണത്തിൽ 23 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. വെസ്റ്റ് ബാങ്കിലെ ആശുപത്രിയിൽ സായുധരായ ഇസ്രായേലി കമാൻഡോകൾ പലസ്തീനി വേഷത്തിൽ നുഴഞ്ഞുകയറുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. സമൂഹ മാധ്യമത്തിലൂടെയാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നത്. 3 പലസ്തീൻ തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ വേഷത്തിലാണ് ഇസ്രായേലി കമാൻഡോകൾ ആശുപത്രിയിൽ പ്രവേശിച്ചത്. സഹകരണ മന്ത്രാലയത്തിന്റെ രൂപീകരണത്തിന് ശേഷം സഹകരണ മേഖലയിൽ വലിയ മുന്നേറ്റമാണുണ്ടായതെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സഹകരണ രജിസ്ട്രാർ ഓഫീസുകളുടെയും കാർഷിക ഗ്രാമവികസന ബാങ്കുകളുടെയും കമ്പ്യൂട്ടർവൽക്കരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന 1851 യൂണിറ്റുകൾ പൊതുദേശീയ സോഫ്റ്റ്വെയർ വഴി നബാർഡുമായി ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. ബീഹാറിലെ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് മുൻ ഉപമുഖ്യമന്ത്രിയും RJD നേതാവുമായ തേജസ്വി പ്രസാദ് യാദവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. യാദവിനെതിരെ CBI സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേസുമായി ബന്ധപ്പെട്ട് ED ജനുവരി 19-ന് യാദവിന് സമൻസ് അയച്ചിരുന്നു. സമാനമായ കേസിൽ RJD നേതാവ് ലാലു പ്രസാദ് യാദവിനെ കഴിഞ്ഞ ദിവസം 10 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ സൂപ്പർ 6 റൌണ്ടിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 214 റൺസ് ജയം. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 295 റൺസ് നേടി. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലൻഡ് 81 റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങൾ ജയിച്ച് A ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരായാണ് ഇന്ത്യ സൂപ്പർ 6-ൽ പ്രവേശിച്ചത്. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. രാത്രി 7:30-ന് ജംഷഡ്പൂർ ടാറ്റ സ്പോർട്ട് കോംപ്ലക്സ് സ്റ്റേഡിയത്തിലാണ് മത്സരം. FIH ഫൈവ്സ് ഹോക്കിയിൽ ഇന്നലെ കെനിയയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 4-നെതിരെ 9 ഗോളുകൾക്കാണ് ഇന്ത്യ വിജയിച്ചത്. മസ്കറ്റിൽ നടക്കുന്ന പുരുഷ ലോകകപ്പ് ഒമാൻ 2024-ലെ 5-8 സ്ഥാനങ്ങൾക്കുള്ള മത്സരത്തിലാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം കെനിയയ്ക്കെതിരെ മികച്ച വിജയം നേടിയത്. ഇന്ത്യയ്ക്ക് വേണ്ടി ഉത്തം സിംഗ് ഹാട്രിക് നേടി. ടൂർണമെന്റിലെ 5-6 സ്ഥാനങ്ങൾക്കായുള്ള മത്സരത്തിൽ ഇന്ത്യ ഇന്ന് കളിക്കും. കണ്ണൂർ പഴശ്ശി ജലസേചന പദ്ധതിയിലൂടെ ജലവിതരണം പുനഃസ്ഥാപിക്കുന്നതിന് മുന്നോടിയായി കനാലിന്റെ ശേഷി പരിശോധിക്കുന്നതിന് ഇന്ന് ഷട്ടറുകൾ തുറക്കും. രാവിലെ 9 മണിക്കാണ് ടെസ്റ്റ് റൺ. നവീകരിച്ച മെയിൻ കനാൽ പറശ്ശിനിക്കടവ് നീർപ്പാലം വരെയും മാഹി ബ്രാഞ്ച് കനാൽ പാത്തിപ്പാലം വരെയുമാണ് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ടെസ്റ്റ് റൺ. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഇടക്കാല കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കും. ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ചാ നിരക്ക് 6.7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് അവസാനിക്കും. ഇന്ത്യയും ഭൂട്ടാനുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണ. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ സൂപ്പർ 6 റൌണ്ടിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 214 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.